ഇന്നലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അന്തരിച്ച മഹാനടൻ തിലകന്റെ മകനും നടനുമായ ഷമ്മി തിലകൻ നല്ല ഒരു പ്രതികരണം നടത്തിയിരുന്നു. ചില്ലക്ഷരം കൊണ്ടുപോലും കള്ളം പറയാത്ത കള്ളൻ ചിരി കണ്ട എന്ന അടിക്കുറിപ്പോടെ അച്ഛൻ തിലകനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചാണ് ഷമ്മി തിലകൻ ആ പോസ്റ്റിലൂടെ പ്രതികരിച്ചത്. മലയാള സിനിമയിൽ താര കോക്കസുകൾക്കെതിരെ ആദ്യം കലാപക്കൊടി ഉയർത്തിയയാളാണ് അന്തരിച്ച മഹാനടനായ തിലകൻ. താരസംഘടനയെയും അതിൻ്റെ നേതൃനിരയിലിരുന്ന സൂപ്പർ താരങ്ങളെയും നിശ്ചിതമായി വിമർശിച്ചതിൻ്റെ പേരിൽ തിലകൻ എന്ന നടനെ ദീർഘകാലം സിനിമയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി. അമ്മയുടെ എല്ലാം ആയിരുന്നു എന്ന് ചിലർ ഇപ്പോഴും കരഞ്ഞുകൊണ്ട് ഓർക്കുന്ന ഇടവേള ബാബുവുമായും ഒരിക്കൽ സംഘടനയിൽ തിളങ്ങി നിന്ന ദിലീപുമായും തിലകൻ കൊമ്പുകോർത്തിരുന്നു. ദിലീപ് തിലകനെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിൽ വരെ കാര്യങ്ങൾ ചെന്നെത്തിയിരുന്നു. അന്നും ഇന്നും പവർ ഇടവേള ബാബുവിനും ദിലീപിനും സൂപ്പർ താരങ്ങൾക്കും ഒപ്പം ആയതിനാൽ തിലകൻ എന്ന കേരളം കണ്ട ഏറ്റവും മികച്ച നടൻ ഏറെ നാളുകൾ സിനിമയ്ക്ക് പുറത്തിറക്കേണ്ടി വന്നു. ഇപ്പോൾ വെള്ളിത്തിരയിലെ മാഫിയ സംഘങ്ങളെക്കുറിച്ച്, ഇവർ നടത്തുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എടുത്തു പറയുമ്പോൾ ഷമ്മിയുടെ പോസ്റ്റ് തൻ്റെ പിതാവിൻ്റെ പോരാട്ട വഴികളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അനീതിക്കെതിരെ എന്നും പടവാൾ ഉയർത്തിയ തിലകൻ എന്ന മഹാനടൻ മറ്റൊരു ലോകത്തിരുന്നായാലും ഇതെല്ലാം കാണുന്നുണ്ടാകും. താൻ അന്ന് പറഞ്ഞതാണ് സത്യം എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ലോകം മനസ്സിലാക്കുന്നു എന്നതിൽ അദ്ദേഹത്തിന് അഭിമാനിക്കാം. തിലകൻ പലപ്പോഴും പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്, താൻ അമ്മ എന്ന സംഘടനയല്ല കുറ്റം പറഞ്ഞത്, അതിൽ ഭരണം നടത്തുന്ന ചില മാഫിയകളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. തിലകന് സിനിമയിൽ അവസരങ്ങൾ നിഷേധിച്ചത് ഈ ചിലർ ചേർന്നാണ്. തിലകൻ മാത്രമല്ല, മാള അരവിന്ദൻ, ക്യാപ്റ്റൻ രാജു എന്നിവരെയും ഇങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. വിനയൻ്റെ സിനിമയിൽ സ്ഥിരം നായകനായി വരുന്ന ദിലീപിനെ മാറ്റി ഒരിക്കൽ പൃഥ്വിരാജിനെ കൊണ്ടുവന്നപ്പോൾ കാശ് കൊടുത്ത് കൂവിച്ചവരും ഈ മാഫിയയുടെ ആളുകളാണ്. ഇന്ന് പൃഥ്വിരാജിനെ കാണുമ്പോൾ ഓച്ചാനിച്ച് നിൽക്കുന്ന പലരും അന്ന് അദ്ദേഹത്തെ കല്ലെറിഞ്ഞവരുമാണ്. അമ്മ എന്ന സംഘടനയിലെ മരണപ്പെട്ടു പോയ ആളുകളുടെ ലിസ്റ്റിൽ നിന്ന് വരെ അച്ഛൻ്റെ പേര് വെട്ടിയെന്ന് താൻ കേട്ടിരുന്നുവെന്നാണ് അടുത്തിടെ ഷമ്മിയുടെ സഹോദരൻ ഷോബി തിലകൻ പറഞ്ഞത്. അത്രയ്ക്കുണ്ട് ഈ സൂപ്പർ താരങ്ങളുടെയും അവരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ഇടവേള ബാബുവിൻ്റെയും പക. എന്തായാലും ഷമ്മി തിലകൻ്റെ പോസ്റ്റ് വൈറലായതോടെ നിരവധി പേരാണ് തിലകൻ്റെ നിലപാടുകളെ പ്രശംസിച്ച് രംഗത്തെത്തിയത്. പോസ്റ്റിനെ കമൻ്റായി വരുന്നത് മൊത്തം അമ്മ എന്ന സംഘടന കാണിച്ചു കൂട്ടിയ കള്ളത്തരങ്ങളെക്കുറിച്ച്. കാലം ഒന്നിനോടും കണക്ക് ചോദിക്കാതെ പോയിട്ടില്ല. തിലകൻ എന്ന വ്യക്തിയുടെ, മഹാനടൻ്റെ വാക്കുകൾ ഇപ്പോൾ സത്യമായി മാറുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ താരങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകൻ വിനയനും രംഗത്ത് വന്നിരുന്നു. സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ 12 വർഷം വിലക്ക് ഏറ്റുവാങ്ങിയ സംവിധായകനാണ് വിനയൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിയിൽ വന്ന സാഹചര്യത്തിൽ മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന പ്രമുഖരെ ദയവായി നിങ്ങളുടെ മനസ്സാക്ഷിയുടെ കണ്ണാടിയിലേക്കൊന്ന് നോക്കൂ. നിങ്ങളുടെ മുഖം വികൃതമല്ലേ? സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യാതെ സംരക്ഷിക്കേണ്ടതിൻ്റെ കടമ സംഘടനകൾക്കാണ്. അതിലവർ എടുക്കുന്ന നിലപാടുകൾ ഏമാനെ സൂചിപ്പിക്കുന്നതാകരുത്. സ്ത്രീ സുരക്ഷ പോലെ ഗൗരവതരമാണ് തൊഴിൽ വിലക്കിൻ്റെ മാഫിയ വൽക്കരണവും. വിമർശകൻ്റെ പേരിൽ 12 വർഷത്തോളം എന്നെ വിലക്കി നശിപ്പിച്ചവരാണ് നിങ്ങൾ. എന്നെ അനുകൂലിച്ചെന്ന് പറഞ്ഞ് തിലകനെയും നിങ്ങൾ വിലക്കി. ഏത് പ്രമുഖൻ്റെ മുഖത്ത് നോക്കി കാര്യങ്ങൾ തുറന്നു പറയാൻ ജൂനിയർ ആർട്ടിസ്റ്റിന് ധൈര്യം കൊടുക്കുന്ന സംഘടനയെ തകർത്തുകൊണ്ട് നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന സംഘടന ഉണ്ടാക്കിയത് എന്തിനാണ്? അവിടെ നിന്നല്ലേ ഈ തെമ്മാടിത്തരങ്ങളുടെയും സിനിമ ഗുണ്ടായിസിൻ്റെയും വേലിയേറ്റം തുടങ്ങിയത്. ഇതാണ് വിനയൻ തൻ്റെ കുറിപ്പിൽ പറയുന്നത്.